ഹലോ ഗായ്സ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 4 3 എത്ര ഏതെങ്കിലും ഉണ്ടായിക്കോട്ടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഓഫ് ഗ്രാമറിയിൽ നിന്ന് 2-3 മണിക്കൂറാണ് എക്സ്ട്രാ അടുത്ത് കളിച്ചത്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ അവിടുത്തെ പൊട്ടിച്ച് ഇതായിട്ട് നോട്ട് ഫുഡ് നല്ല ഗ്രൈൻഡ് ചെയ്ത് ഫുൾ അയൺ ആർമർ. പിന്നെ എൻ്റെ ഇതൊക്കെ പൊട്ടി പിന്നെ ഉണ്ടാക്കി ഫുഡ് കുറേ ഉണ്ടാക്കി വെച്ചു. പക്ഷേ സ്റ്റോറേജിൽ ഇത് ഒന്നുമില്ല. ഞാൻ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ വില്ലേജിലത്തെ ലാവയെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അതിലൊരു ആവശ്യമില്ല ഇതില്ലേ. പിന്നെ അത് ഞങ്ങൾക്ക് കാണാൻ ഇവിടെ വലിയൊരു കേവ് ഉണ്ടാക്കി. ഇവിടെ നിന്നാണ് വെച്ച് പിന്നെ ഇവിടെ എങ്ങനെ ആക്കി. ഞാൻ അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വളച്ചുകൊണ്ടായി. പിന്നെ നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ താഴത്തേക്കൊരു ലാഡർ കാണും. താഴത്തെ ലേഡർ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു കേവിൽ ചെന്നെത്തും. കേവിൽ ഇതാണോ കേവ്? ഇതല്ല. ഇതാണോ കേവ്? ഇതുമല്ല. ഇതാണോ? മോള് നമുക്ക് ഇത് രണ്ടാണ് പൊട്ടിക്കാം. കിട്ടി നമ്മൾ കൊടുത്തി. ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നു വെച്ച് പോകാൻ കഴിയാന്നെ. പിന്നെ ഞാൻ ഇവിടെ ഈ സ്റ്റോൺ വെച്ചത് ഞാൻ എനിക്ക് എന്താക്കാൻ വേണ്ടിയെന്ന് അറിയാം ഗൈസ്. മറ്റേ ഇതില്ലേ വെച്ച് വയ്യ അറിയാൻ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ടോർച്ച് വെച്ചാൽ മതി ഇത് വിചാരിച്ചു. ടോർച്ച് വെച്ചാൽ എല്ലാ സ്ഥലത്തും പോയി അവിടെ വട്ടം കറങ്ങി കിട്ടുന്നുണ്ടോ? അങ്ങനെ ടോർച്ചിന് വിശ്വാസമല്ല. അപ്പം നമ്മൾ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ കേവ് തന്നെ ഫുള്ള് കേവ് ചാവല്ലേ. പേടിച്ചല്ല. അപ്പോൾ ഇത് അടിപൊളിയായി. പിന്നെ ഞാൻ ഇവിടെ ഒരു ഡയമണ്ട് അടിയിൽ ഞാൻ 5 വിളിച്ചോട്ടെ. വേൾഡത്തെ ആദ്യത്തെ ഡയമണ്ട് ഗേസ്. അപ്പോൾ വേൾഡത്തെ ആദ്യത്തെ ഡയമണ്ട് ഞങ്ങൾക്ക് കാണിച്ചു പോയാൽ തെറ്റാന്ന് വിചാരിച്ച്. അല്ലാവേ ഒരു 100 എണ്ണെങ്കിലും അവിടെ കാണണേ. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ഉണ്ടാവും. ഒന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച്. എന്താ ഉറപ്പിച്ചത് നിങ്ങൾക്കറിയായിരിക്കും. പിക്കാക്സ് തന്നെ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇനി ഇവിടെ ഇല്ല കേട്ടോ ഗേസ്. പിന്നെ ഗേസ് നമുക്ക് ഡ്രിപ്പ് സ്റ്റോൺ കിട്ടി. ഇതിയോട് നല്ല ഡയമണ്ട് പോണതിൻ്റെ പകരം നമുക്ക് നല്ല ആ ഡ്രിപ്പ് സ്റ്റോൺ വാങ്ങാമല്ലോ ഇനി ഗേസ്. ഞാൻ പറഞ്ഞതല്ലേ ശരി? അല്ല സോറി, എമറാൾഡ് പോണതിന് പകരം ഡ്രിപ്പ് സ്റ്റോൺ അല്ല റെഡ് സ്റ്റോൺ മൈൻ ചെയ്തെടുക്കണമല്ലോ ഇനി. അല്ല ഗൈസ്, നല്ലൊരു കാര്യം. ചേട്ടാ എന്താ അത് ഗൈസ്? ഒരു മിനിറ്റ്. ഇനി ഞാനിപ്പോൾ ഞങ്ങൾക്ക് വേൾഡിൻ്റെ മോൾക്ക് പോകണം. അയ്യോ, അങ്ങനെ ഇപ്പോൾ കണ്ടുപിടിച്ചാ? ഇതാണ് പറഞ്ഞത്. ഇത് വെച്ചാൽ പെട്ടെന്ന് കണ്ടുപിടിച്ചാൻ കഴിയൂല. എവിടെ ഇതെങ്ങനെയാ സ്ഥലം കണ്ടുപിടിച്ചാ? ഇവിടെയെങ്കിലും ഉണ്ടോ? ഗീസ് ഞങ്ങൾക്ക് പെട്ട് കേവില്. ഞാൻ ഗീസ് മുകളിൽ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് വെച്ചോ. അപ്പോൾ ഗീസ് ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്. കുറേ നേരം എടുത്ത്. എൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാ ലാവയിൽ പോയതെന്ന് അറിയില്ല. കാരണം ഞാൻ വീണത് ലാവൻ്റെ അടുത്താണല്ലോ. പിന്നെ ഗീസ് ഞാൻ ഇത് ഇവിടെ വെക്കും. കഴിഞ്ഞ വീഡിയോ വെക്കാറില്ല. അപ്പം ഞാനിവിടെ റെഡ് സ്റ്റോണും കൂടെ വെച്ചാൽ ഫിനിഷ്ഡ്. പിന്നെ 3 ഡയമണ്ട് കിട്ടിയില്ലേ. നമുക്കതിനൊരു അടിപൊളി പിക്കാക്സ് ഉണ്ടാക്കാം. അല്ല ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇവിടുന്ന് 2 വുഡ് എടുക്കാം. യെസ്. പിന്നെ ഞങ്ങൾക്കൊരു കാര്യം കേട്ടെ. നിങ്ങൾ ചത്ത അതാ ആർക്കെങ്കിലും ഇതാ ഈ റെഡ് ബൾബ് ബ്ലൂ ബൾബ് സ്പീഡിൽ കുറേ വട്ടം പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിച്ചോളൂ കമൻറ്റ് കിട്ടാം. നമുക്കിതിപ്പോൾ തന്നെ യൂസായി. ആ സ്റ്റോറേജിലുള്ളതൊക്കെ നമുക്ക് ഇവിടെ കണക്കാക്കി വെക്കണം. പിന്നെ ഇതിന് ഇങ്ങനെ നേരത്തെ ഉള്ളത് ഇങ്ങനെ ആയിരിക്കില്ലേ.
ഞാൻ നേരാക്കി ഇങ്ങനെ ആക്കി. ഇപ്പോൾ ഇത് വെക്കാൻ നേരത്തെ മിസ്റ്റേക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ വാല്യുബിൾ ഐറ്റംസിൽ ഞാൻ പോയി കണ്ട് ഇതിൻ്റെ പിക്കാക്സും അയണും ബാക്കിയുള്ള റെഡ് സ്റ്റോണൊക്കെ കയ്യിൽ വെക്കട്ടെ. അയ്യോ സോറി, റെഡ് സ്റ്റോൺ വേറെ ഇല്ല. കാരണം റെഡ് സ്റ്റോൺ നമുക്ക് ഈ ഒരു ഗെയിമിന് നിർബന്ധമായിട്ട് റെഡ് സ്റ്റോൺ വേണം. റെഡ് സ്റ്റോൺ നിർബന്ധമായിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് റെഡ് സ്റ്റോൺ കാര്യങ്ങൾ റെഡ് സ്റ്റോൺ ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോൻ്റെ ഗോൾ എന്താണ്? എന്താണ് ഗോള്? എന്താ അറിയില്ല. ഇല്ലടാ പറഞ്ഞുതരാം. ഇതാ ഇവിടെയും കൂടി ഒന്ന് കറക്റ്റ് ഷേപ്പ് ആക്കണം. ഇതാ ഇതേപോലെ ഇതാ ബ്ലോക്കൊക്കെ വെട്ടിയുണ്ട്. അപ്പം ഞാൻ ആ ബ്ലോക്ക് വെട്ടിക്കാണ്ടേ ഇതായിരുന്നു കേട്ടോ ഗൈസ്. ഞാനങ്ങനെ അതും ചെയ്തു, ഞാൻ കാണിച്ചു തരാം. ഇവിടെ സ്റ്റെയർ കേസ് വെക്കണം. സ്റ്റെയർ കേസ് വെക്കാൻ സ്റ്റോൺ വേണമെങ്കിൽ മൈനിങ്ങിന് പോകണം. മൈനിങ്ങിലേക്ക് കിടക്കണം. കിടക്കണമെങ്കിൽ കാല് വേണം. നമുക്ക് സ്റ്റോൺ മൈനിങ് ചെയ്യണം. സ്റ്റോൺ കിട്ടണമെങ്കിൽ തന്നെ അല്ലേ പിന്നെ കുറേ സ്റ്റോൺ എടുക്കാം. കുറച്ച് സ്റ്റോണിൻ്റെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും, ഉറപ്പ് തന്നെയാണ്. ഞാൻ മറ്റേ അവിടെ മാത്രം ഉണ്ടാക്കിയപ്പോൾ സ്റ്റെയർ കേസ് ഇച്ചിരി പോരാന്നൊരു സംശയം. ഗീസ് ഞാൻ ഇപ്പോൾ കുറേ നേരം കളിച്ചെന്ന് നോക്ക്. വീഡിയോ ഒക്കെ എത്തുതൊന്നും ഉണ്ടാവില്ല. എത്തുന്നും ഉണ്ടാവില്ല എന്നല്ല, ഇത്ര നേരം ഒന്നും ഉണ്ടാവില്ല. ഗീസ് നിങ്ങൾ വിചാരിക്കുന്നതിനകത്ത് കുറച്ചാണ് ഇതുണ്ടാക്കിയത്. കാരണം ഇവിടെ കുറച്ചുണ്ടാവേണ്ടിയതില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇത്ര ഇതുപയോഗിച്ച് എത്ര സ്റ്റെയർ കേസ് ഉണ്ടാക്കാം? 4 ദിവസം സങ്കടമുണ്ട്. ഫസ്റ്റത്തെ വീഡിയോകൾ കാണിക്കാൻ പറ്റാത്തതിൽ. നല്ലൊരു അടിപൊളി വിറ്റ കയ്യിലുണ്ടായിരുന്നു. റെക്കോർഡും കൂടി ആയില്ല. അടിപൊളി വിറ്റും എല്ലാതും കയ്യിലുണ്ടായിരുന്നു. എൻ്റെ മിസ്റ്റേക്കല്ലേ? നിങ്ങളുടെ മിസ്റ്റേക്കല്ലല്ലോ. അപ്പോൾ ഗീസ് ഞാനിതാ ഇതിവിടെ വെച്ച് തീർക്കട്ടെ. എവിടെ മുതൽ ഗീസ്? പിന്നെ ഞാൻ അധികം ചെയ്യേണ്ടി വന്ന കാര്യം എന്താണെന്ന് അറിയോ? ബ്ലോക്ക് വെക്കുക. ഇവിടെയൊക്കെ നമുക്ക് സ്റ്റെയർ കേസ് ഒക്കെ ഇതൊക്കെ ഇവിടെയൊക്കെ എത്തുന്നപ്പോൾ ഇത് ഇവിടെ നോട്ടെ. എൻ്റെ കജ്ജസ് സാധനം വെറുതെ കളയരുത് അല്ലേ. ഇപ്പം നല്ല സുഖമായിട്ട് പോവാം ഗൈസ്. സുഖമായിട്ടൊന്നും പോകാൻ പറ്റില്ല. ആരാ പറഞ്ഞേ? അവിടെ അടച്ചാൽ മതി മോബ്സ് ഒന്നും വരാതാക്കാൻ. ഞാൻ ആരാ? ഞാൻ ഒരു കില്ലാടി തന്നെ. കില്ലാടി ഇപ്പം എന്താടിയാണ് ആ വായത്? കറക്റ്റ് അയച്ചു തോന്നാൻ കറക്റ്റാണ് എന്നാ. കറക്റ്റായി. ഇപ്പം നോക്കുക. ഇപ്പം അവിടെ കാണാൻ ഒരു ചുർക്കുണ്ട്. വായിച്ച് കയറും ചേച്ച കണ്ടില്ല ഗീസ്? അടിപൊളിയല്ലേ ഗീസ്? ഇനി നമുക്ക് ഈ ചെസ്റ്റത്തെ അതിൻ്റെ ഈ ചെസ്റ്റ് ഇല്ലതൊക്കെ എന്താക്കട്ടെ, അവിടെ കൊണ്ടുപോയി വെക്കട്ടെ. ഓക്കെ നമുക്കത് വെക്കാം. ആദ്യം തന്നെ വാല്യുബിൾ ഐറ്റംസ് അതിൽ എന്തെങ്കിലും ഉണ്ടോ? വാല്യുബിൾ ഐറ്റംസ് ഇതുണ്ട്. അതേപോലെ എൻ്റെ പഴയ ഷവലുണ്ട്. ഇതുണ്ട്. അതിനാ വാല്യുബിൾ ഐറ്റംസും അതും ഇതൊക്കെ എന്തൊക്കെ ഡെക്കറേഷൻ ഐറ്റംസിൽ ചെസ്റ്റിനാ വെച്ചില്ല. കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ളതൊക്കെ വെക്കാം. ഇതൊക്കെ ഇത്രക്കുള്ള വാല്യുബിൾ ഐറ്റംസിൻ്റെ ഇതിലെന്തെങ്കിലും ഉണ്ടോ? അതിൽ ആപ്പിളല്ലേ. ഇനി വുഡ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടാവും മിക്കവാറും. ഈ പഴയ ചെസ്റ്റോ കയ്യിലുണ്ട്. പിന്നെ ഈ ഏകദേശം സോറി എൻ്റെ മാറിപ്പോയി. ഏരോ ഇവിടെ ഏരോ ഇവിടെ. പിന്നെ വുഡ് വെച്ച് കഴിഞ്ഞിൽ
ഫുഡ് ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ഇങ്ങനത്തെ ഒലക്കമ്പത്തെ ഫുഡൊക്കെ എനിക്കൊരു വേസ്റ്റ് ബക്കറ്റും ഉണ്ടാക്കണം. ഇതാ ലാഭ എങ്ങനെ ആവണത്? ലാവ ഫാർം ഉണ്ടാക്കിയില്ല നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. പക്ഷേ അതിന് അയൺ വേണമല്ലേ. ഇതേതാ ഫുഡ് ഐറ്റംസിലെ ഇതും അത്രക്കുള്ളൂ. ഇനി അടുത്തത് സാപ്ലിങ്സിനാ വെച്ചില്ല ഗൈസ്. കുറച്ച് വലിയ സ്റ്റോറേജ് വെച്ച് ഉണ്ടാക്കേണ്ടി വരുമല്ലോ. ഇതിലില്ലാത്ത ദീലല്ലേ ഗൈസ്. ഞാൻ ഓഫ് ക്യാമറ എന്നാണ്ടേ ഇതിൻ്റെ കുറച്ച് റെഡ് സ്റ്റോൺ പാർട്ടൊക്കെ ഉണ്ടാക്കട്ടോ. അപ്പം തൽക്കാലത്തിൽ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേജാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോ ഇട്ട് തരാം.